ഇപ്പോൾ സർവീസിലുള്ളവരെയാണ് മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരാക്കിയിരുന്നത് നയനാരും അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ. പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റിട്ടയർ ചെയ്ത ആൾക്കാരെ അപ്പോൾ എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിക്ക് പോകേണ്ടത് അദ്ദേഹത്തിൽ കൂടി പോകും. അപ്പോൾ എല്ലാ ഓഫീസർമാരുടെയും ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നിയന്ത്രണവും അവർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ വേണമെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ സൂപ്പർ മന്ത്രിയായിട്ടൊക്കെ പെരുമാറുന്നൊരവസ്ഥയിലേക്ക് നമ്മളുടെ ഭരണം അധപ്പതിച്ചിരുന്നു. അതിൻ്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 കാരണം: 1 അഴിമതി കാണിക്കുന്നതിനുള്ള ഒരു കാര്യം, 2 സംരക്ഷണ വലയം തീർക്കുക എന്നുള്ളത്, 3 ജൂനിയർ ഉദ്യോഗസ്ഥർ, അത് CBIയിലാണേലും അല്ലെങ്കിൽ ഇൻകം ടാക്സിലാണേലും അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റിനുള്ളിലാണേലും ഒക്കെ, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാകും ഇവരുടെ ജൂനിയർ ഉദ്യോഗസ്ഥർ IAS സെക്രട്ടറി സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ജോയിൻറ്റ് അഡീഷണൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ, അതുപോലെ മറ്റ് സെൻട്രൽ ഓർഗനൈസേഷൻസിലുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും ഇവിടെയുമൊക്കെ സ്വാധീനിക്കുന്നതിന് ഈ റിട്ടയർമെൻറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തി അനുസരണയുള്ളവരായിട്ട് നിർത്തുന്നത് ഉപകാരപ്രദമാണ്. അപ്പോൾ പിണറായി അത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി.